ശ്വാസകോശത്തിനും മലദ്വാരത്തിനും ക്യാൻസർ ബാധിച്ച ജീവിതത്തിൽ ദുരിതക്കയം താണ്ടുകയാണ് കാനൂൽ സ്വദേശിയും വട്ടവം മുള്ളൂലിൽ താമസക്കാരനുമായ വി ബേബി. ആകെ സ്വന്തമായി ഉണ്ടായിരുന്ന വീട് ചികിത്സയ്ക്കായി വിറ്റു. വാടക വീട്ടിൽ കഴിയുന്ന ബേബി തുടർ ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെയായിരുന്നു കാനൂൽ സ്വദേശികളായ വി ബേബിയുടെയും ഭാര്യ സി ലളിതയുടെയും ജീവിതം. എന്നാൽ ശ്വാസകോശത്തിനും മലദ്വാരത്തിനും ബാധിച്ച ക്യാൻസർ ബേബിയുടെ ജീവിതം പാടെ തകർത്തു. ഇനിയും ജീവിക്കണം, ഈ ലോകം കാണണം, അതുമാത്രമാണ് ബേബിയുടെ സ്വപ്നം. അങ്ങനെ ചികിത്സയ്ക്കായി സ്വന്തമായി ഉണ്ടായ വീടും വിറ്റു. എന്നിട്ടും ദുരന്തം ബേബിയെയും കുടുംബത്തെയും വിട്ടില്ല. ഹോട്ടൽ ജീവനക്കാരനായ ബേബി കച്ചവടം നഷ്ടമായതിനാൽ അതും നിർത്തി. ഭാര്യ ലളിത വീട്ടുപണിയെടുത്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതിനിടയിലാണ് ഇടുത്തി പോലെ ഭാര്യ ലളിതയ്ക്കുണ്ടായ പക്ഷാഘാതം ഇവരുടെ ജീവിതത്തെ പാടെ തകർത്തത്. എൻ്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ടെന്നാണ് ഈ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്കിപ്പം 3 മാസമായി സ്ട്രോക്ക് വന്നിട്ടൊരു വലതേ കൈ തളർന്നു പോയി. വർത്താനം പറയാൻ കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ. മോളെ വിവാഹം കഴിഞ്ഞ് അവൾ പത്തനംതിട്ടയാണ് താമസം. അവൾക്ക് 2 മക്കളുണ്ട്. മോൻ 10ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. അവരെ കഴിയുന്ന പോലെ അവർ സഹായിക്കുന്നുണ്ട്. നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ സഹായിച്ച് ഇപ്പം ഇങ്ങനെ പോവാം. മലദ്വാരത്തിന് ക്യാൻസർ ബാധിച്ചതിനാൽ തന്നെ പാഡ് എന്നും ആവശ്യമാണ്. ഇതിന് വലിയൊരു തുക വേണം. മുള്ളൂലിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർ. 2 മാസത്തെ വാടകയും കുടിശ്ശികയാണ്. കുടുംബം ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ അത് ലഭിച്ചില്ല. ഇനി 2 ഓപ്പറേഷൻ കൂടി ബേബിക്ക് ചെയ്യാനുണ്ട്. എന്നാൽ എവിടെ നിന്ന് ഇതിനാവശ്യമായ പണം ലഭിക്കുമെന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിലുള്ളത്. എനിക്ക് 7 വർഷമായി ക്യാൻസർ രോഗം പിടിപെട്ട് അത് അറിയുന്നത് 6 വർഷം മുമ്പാണ്. 1 വർഷം കഴിഞ്ഞാണ് അറിഞ്ഞത്. അറിഞ്ഞപ്പം തലശ്ശേരി പോകുമ്പം സ്റ്റേജ് 4 കഴിഞ്ഞതാണ്. എന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും പല സഹായങ്ങൾ ചെയ്ത് എൻ്റെ വീട് സ്ഥലമെല്ലാം വിറ്റ് ഞാൻ ഓപ്പറേഷനെല്ലാം ചെയ്തു. പിന്നെ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചികിത്സകളെല്ലാം നടന്നു. ഇപ്പോൾ 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി 2 കൂടി ചെയ്യാനുണ്ട്. ഒന്ന് ആറ്റിന് സൈഡിലാണ്, ഒന്ന് ബൈക്കിന് ചന്തിക്ക് സൈഡിലും മലദ്വാരത്തിന് സൈഡിലാണ്. അത് 2 ചെയ്യണം. പിന്നെ വയറിങ്ങനെ പുറത്തേക്ക് ഉന്തി വരുന്നു. അതൊരു വലിയ വിഷയമാണ്. ഏക മകളുടെ സഹായം കൊണ്ടാണ് ഇവർ നിത്യച്ചെലവുകൾ നടത്തുന്നത്. എന്നാൽ മകളുടെയും സാമ്പത്തിക നില ഏറെ പരിതാപകരമാണ്. നേരത്തെ ചികിത്സയ്ക്കായി സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ സഹായിച്ചിരുന്നു. ഇനിയും ഉദാരമതികളുടെ കനിവ് തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.